വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും കുറച്ച് കാലമായി നമ്മൾ മൊബൈൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കണ്ടന്റ് ക്രിയേഷൻ ക്വാളിറ്റി നെക്സ്റ്റ് ലെവലെത്തിക്കാനുള്ള കുറച്ച് കിടിലൻ പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇറക്കുന്നതിൽ പയനിയേഴ്സ് ആണ് മൊമെന്റ് എന്നുള്ള ബ്രാൻഡ്. അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം മൊമെന്റിന്റെ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ ഇന്ത്യയിലും അവൈലബിൾ ആണ്. ബ്രാൻഡിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറയാം, മൊബൈൽ ആക്സസറീസ് എസ്പെഷ്യലി സ്മാർട്ട് ഫോൺസിന് വേണ്ടിയിട്ടുള്ള ലെൻസുകൾ ഇറക്കിക്കൊണ്ടാണ് മൊമെന്റ് എന്ന ബ്രാൻഡ് സ്മാർട്ട് ഫോൺ ഫിലിം മേക്കിംഗ് അതുപോലെ ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്നതെന്ന് പറയാം. 2013 തുടങ്ങിയ കിക്ക് സ്റ്റാർട്ടർ ക്യാമ്പയിനിൽ നിന്നും 2024 എത്തുമ്പോൾ ക്രിയേറ്റേഴ്സിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് മൊമെന്റ്. നമ്മുടെ ചാനലിലൂടെ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ജെൻ ഇമേജ് ഗിയേഴ്സ് തന്നെയാണ് മൊമെന്റിന്റെ എല്ലാ പ്രോഡക്ട്സും ഇന്ത്യയിൽ എത്തിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. മൊമെന്റിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡിവൈസസ് തന്നെയാണ് ഇന്നിവിടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് സ്മാർട്ട് ഫോൺ ലെൻസസ് ഉണ്ട്, ലെൻസ് അഡാപ്റ്റേഴ്സ് ഉണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് നോക്കാം. മൊമെന്റ് ലെൻസസ് ഉപയോഗിക്കാനുള്ള ബേസിക് ആക്സസറി എന്ന് പറയുന്നത് ഈ ഒരു പ്രൊപ്പറേറ്ററി മൊബൈൽ കേസാണ്. 4660 ആണ് ഇതിൻ്റെ MRP വരുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റഡ് പ്രൈസിനായിട്ട് വീഡിയോ ലിങ്ക്സിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു മൊബൈൽ കേസായും അഡീഷണൽ ആക്സസറി ആഡ് ചെയ്യുന്ന വഴി ലെൻസ് മൗണ്ടിങ് സിസ്റ്റമായിട്ടും ഈ ഒരു കേസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ എന്നുള്ള കളറാണ്. ഗ്രിപ്പ് ഫിനിഷോട് കൂടിയിട്ടുള്ള റബ്ബറൈസ്ഡ് ഹാർഡ് കേസാണിത്. ഇൻസൈഡിൽ സോഫ്റ്റ് മൈക്രോ ഫൈബർ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. മാക്സേഫ് എനേബിൾഡ് ആണ്. അതുപോലെ മാക്സേഫ് കമ്പാറ്റബിൾ ആയിട്ടുള്ള മൊമെന്റിന്റെ ആക്സസറീസും അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം. ആനോഡൈസ്ഡ് മെറ്റൽ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ പ്രൊജക്ഷനും കൂടാതെ ഫോണിന് നല്ലൊരു പ്രൊട്ടക്ഷൻ തരാനും മൊമെന്റ് ഈ ഒരു കേസ് പെർഫെക്റ്റ് ആണ്. എല്ലാ സൈഡും കവേർഡ് ആണ്. കൂടാതെ സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ എന്നുള്ള കളറാണ്. ഇതുകൂടാതെ ബ്ലാക്കിലും ഇൻഡിഗോ ബ്ലൂവിലും ഒലിവ് ഗ്രീൻ അതുപോലെ റെഡ് ക്ലേ എന്ന കളറിലും ഈ കേസസ് അവൈലബിൾ ആണ്. ഇതാണ് മൊമെന്റ് ലെൻസസ് ഫോണുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള മൗണ്ട്. ഇതിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള T സീരീസ് ലെൻസുകൾ സപ്പോർട്ട് ചെയ്യുന്ന മൗണ്ടാണ്. iPhone 15 സീരീസ് അടക്കമുള്ള ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ സെൻസർ സൈസ് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ലെൻസ് മൗണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് T സീരീസ് ആണ്. സെയിം ഫോണുകളും അതിനു മുമ്പേ ഇറങ്ങിയ മോഡലുകളും M സീരീസിലും കമ്പാറ്റബിൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം T സീരീസ് കുറച്ചുകൂടെ വലിയ മൗണ്ടാണ്. അതുകൊണ്ട് M സീരീസ് ലെൻസുകൾ T സീരീസ് മൗണ്ടിൽ വർക്ക് ചെയ്യില്ല. ഒരു പെയറായിട്ടാണ് ഈ മൗണ്ടുകൾ പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോൺ കേസിൽ ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു മൗണ്ട് അറ്റാച്ച് ചെയ്താൽ മതി. വളരെ ഈസിയായി നമുക്ക് തന്നെ മാറ്റിയിടാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐഫോൺസിനും പിക്സൽ ഫോൺസിനും സാംസങ് ഗാലക്സി ഫോണുകൾക്കുമാണ് മൊമെന്റ് ഡെഡിക്കേറ്റഡ് ഫോൺ കേസുകൾ ഇറക്കിയിട്ടുള്ളത്. മറ്റുള്ള ഫോണുകൾക്കൊക്കെ യൂണിവേഴ്സൽ മൗണ്ട് ഉപയോഗിച്ച് നമുക്ക് മൊമെന്റ് ലെൻസുകൾ ഉപയോഗിക്കാം. ഇതും ഈ പറഞ്ഞിരിക്കുന്ന T സീരീസിൽ വരുന്ന മൗണ്ടാണ്. ഇതൊരു ക്ലിപ്പ് ഓൺ ടൈപ്പിൽ വരുന്ന ലെൻസ് മൗണ്ടാണ്. ഈ ഒരു യൂണിവേഴ്സൽ മൗണ്ടിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അഡീഷണൽ കോൾഡ് ഷൂ മൗണ്ട് വരുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് എക്സ്റ്റേണൽ മൈക്രോഫോണോ ലൈറ്റോ അതുപോലുള്ള ആക്സസറീസോ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ലെൻസസിലേക്ക് വരികയാണെങ്കിൽ 18mm വൈഡ് ലെൻസ് ഉണ്ട്, 14mm ഫിഷൈ ലെൻസ്, 1.55x അനാമോർഫിക് ലെൻസ്, 10x മാക്രോ, 58mm ടെലിഫോട്ടോ ലെൻസ്, ഒരു ഫിൽറ്റർ അഡാപ്റ്ററും. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്, ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിൽ മൾട്ടിപ്പിൾ ക്യാമറ ഉള്ള സമയത്ത് എന്തിനാണ് ഈ ലെൻസുകൾ ഉപയോഗിക്കുന്നതെന്ന്. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള ഫോണുകളുടെ പ്രൈമറി ക്യാമറയാണ് ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻ നൽകുന്നതും ഏറ്റവും ബെസ്റ്റ് ഇമേജ് ക്വാളിറ്റി ക്യാപ്ചർ ചെയ്യുന്ന സെൻസറും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലെൻസുകൾ പ്രൈമറി ക്യാമറയിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോസും ഫോട്ടോസും ക്യാപ്ചർ ചെയ്യാമെന്ന് മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ലെൻസ് അറ്റാച്ച് ചെയ്യുന്ന വഴി ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത്തുകളും ഒപ്റ്റിക്കലി കൊണ്ടുവരാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മളൊരു DSLR ക്യാമറയിൽ ഇന്റർചേഞ്ചബിൾ ലെൻസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ. ഓക്കെ, ഫസ്റ്റ് ലെൻസ് എന്ന് പറയുന്നത് 58mm ഒരു ടെലിഫോട്ടോ ലെൻസാണ്. 2x ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ വരുന്നത്. 17,650 ആണ് ഇതിൻ്റെ MRP. 11,700 ഇപ്പോൾ സെല് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അപ്ഡേറ്റഡ് പ്രൈസിനായിട്ട് വീഡിയോ ലിങ്ക്സിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ചെക്ക് ചെയ്യാം. ഒരു വെൽക്കം കാർഡും അതുപോലെ ബേസിക് ഇൻസ്ട്രക്ഷൻസും ഈ ഒരു കാർഡിൽ കൊടുത്തിട്ടുണ്ട്. ലെൻസ് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ക്യാരി പൗച്ച്, 58mm ടെലിഫോട്ടോ ലെൻസ്. ലെൻസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സിലിക്കൺ ക്യാപ്പ് ഉണ്ട്. പുറകിലത്തെ ഭാഗത്തെ ക്യാപ്പ് കൊടുക്കാത്തൊരു പോരായ്മയായിട്ട് തോന്നി. അത് വളരെ അത്യാവശ്യമാണ്, കാരണം കുറച്ച് ഡീപ്പായതുകൊണ്ട് വാക്യൂം ചെയ്തിട്ട് തന്നെ പൊടി കളയേണ്ടി വരും. അതുപോലെ എല്ലാ ലെൻസിൻ്റെ കൂടെയും സോഫ്റ്റ് മൈക്രോ ഫൈബർ ടച്ച് പൗച്ചും കൂടെ കൊടുത്തത് സേഫ്റ്റിക്കും കൊണ്ടു നടക്കാനും വളരെയധികം യൂസ്ഫുൾ ആണ്. ഏത് ലെൻസാണെന്നുള്ള കാര്യം ബാഗിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ലെൻസ് ക്യാമറയിൽ ഫിക്സ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഗ്രൂവിൽ ലെൻസ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം എക്സാക്റ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിച്ച് ടൈറ്റ് ചെയ്യാം. അതിലും കൂടുതൽ തിരിച്ചാൽ ഐഫോണിൻ്റെ മൗണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്.
നല്ല ഹെവി മെറ്റൽ ബിൽഡോട് കൂടിയിട്ടുള്ള ലെൻസാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രോഷൻ ഇല്ലാതെ ഇമേജ് കിട്ടാനും പെർഫെക്റ്റ് അലൈൻമെൻറ്റിനായിട്ട് മൊമെൻറ്റിൻ്റെ തന്നെ കേസ് യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡോട് കൂടിയ, അതായത് ബ്ലേഡ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെയാണ് ഇഷ്ടം. എന്നാൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് തന്നെയാണ് മൊമെൻറ്റിൻ്റെ ഈ ഒരു 58mm ടെലിഫോട്ടോ ലെൻസ്. ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിനേക്കാൾ ഉപരി എനിക്കിഷ്ടം ഈ ഒരു ലെൻസിൻ്റെ കംപ്രഷൻ ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് പോർട്രേറ്റ്സ് എടുക്കാൻ ഈ ഒരു ഫോക്കൽ ലെങ്ത് സ്വീറ്റ് സ്പോട്ടായിട്ട് പറയുന്നത്. കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക് ക്യാരക്ടേഴ്സുള്ള ഫോട്ടോസാണ് ഈ ലെൻസ് വെച്ച് എടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസിൻ്റെ ഡിജിറ്റൽ ഷാർപ്നെസ് ഒരു പരിധിവരെ സോഫ്റ്റൻ ചെയ്യാൻ ഈ ലെൻസുകൾക്ക് സാധിക്കുന്നുണ്ട്. ഈ ലെൻസിൻ്റെ സൂം റേഞ്ചും കംപ്രഷനും ഈ ഒരു ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 1x-ഉം 2x-ഉം മെയിൻ ക്യാമറ തന്നെ ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് കറസ്പോണ്ടിംഗ്ലി 2x-ഉം 4x ഫോട്ടോസും ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് വെച്ചെടുക്കാം. വീഡിയോസിലും ഈ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി സെൻസറിൻ്റെ ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെ നല്ലൊരു കംപ്രഷനും ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡോട് കൂടിയിട്ടുള്ള വീഡിയോസ് ക്യാപ്ചർ ചെയ്യാം. നിങ്ങൾ കാണുന്നത് iPhone 15 Proൻ്റെ പ്രൈമറി 1x ലെൻസിൽ 58mm ടെലിഫോട്ടോ ലെൻസ് വെച്ചുള്ള ഔട്ട്പുട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഐഫോണിൻ്റെ 1x പ്രൈമറി ക്യാമറ. ഇപ്പോൾ 2x, രണ്ട് റേഞ്ചിലുള്ള ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്കിവിടെ കാണാം. സബ്ജക്റ്റിന് അടുത്തോട്ട് പോയാൽ ഇതിൽ കൂടുതൽ ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ പ്രൈമറി ക്യാമറയുടെ മിനിമൽ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ ലെൻസ് അറ്റാച്ച് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. അതായത് കൂടുതൽ സബ്ജക്റ്റിന് അടുത്തോട്ട് പോകാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഫോട്ടോസ് കിട്ടാൻ പോകുന്നത് ലോ ലൈറ്റിലും കൂടിയാണ്. അതായത് മെയിൻ സെൻസറിൻ്റെ ലോ ലൈറ്റ് കേപ്പബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം. നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും നൈറ്റ് ഫോട്ടോസ് നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്ത പ്രോസസ്ഡ് ഇമേജസ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇമേജസിൽ വലിയൊരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അതുപോലെയല്ല വീഡിയോ. ഐഫോണിലെ 2x-ഉം മൊമെൻറ്റിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വെച്ച് കിട്ടുന്ന 2x-ൻ്റെ ക്വാളിറ്റി ഡിഫറൻസും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നീട് നമ്മൾ ടെലിഫോട്ടോ ലെൻസിൽ ഫിക്സ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മെയിൻ ക്യാമറയുടെ അത്ര സെൻസർ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടും 3x ഒപ്റ്റിക്കലിൻ്റെ പുറത്ത് ഒരു 2x-ഉം കൂടെ വരുന്നതുകൊണ്ട് ഇമേജ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട്. ഡേ ലൈറ്റിൽ വലിയ കുഴപ്പമില്ലെങ്കിലും ലോ ലൈറ്റിൽ ടെലിഫോട്ടോൻ്റെ പുറത്ത് ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിക്കുന്നതിൽ ഒരു ക്വാളിറ്റി ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത്യാവശ്യം വെയിറ്റുള്ള ലെൻസ് തന്നെയാണ്. 114 ഗ്രാമാണ് വെയിറ്റ്. എയറോസ്പേസ് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലെൻസിൻ്റെ മിനിമൽ ഫോക്കൽ ലെങ്ത് 2.75 ഇഞ്ചാണ്. ലെൻസ് ഫോണിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഫോണിൻ്റെ മിനിമൽ ഫോക്കൽ ലെങ്ത് കൂടെ ആഡ് ചെയ്യണം. എല്ലാ ലെൻസുകളിലും സിനിമ ക്വാളിറ്റി ഒപ്റ്റിക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മാക്രോ ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ലെൻസാണ് മൊമെൻറ്റിൻ്റെ 10x മാക്രോ. വെൽക്കം കാർഡ്, ക്യാരി പൗച്ച്, 10x മാക്രോ ലെൻസും ലെൻസ് ക്യാപ്പും അതുപോലെ ഒരു ലെൻസ് ഹുഡും ഈ ഒരു പാക്കേജിൽ വരുന്നുണ്ട്. കുറച്ചധികം ഇൻഫർമേഷൻ ഈ ലെൻസിൽ ഇൻപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് US-ലെ സിയാറ്റിൽ മെയ്ഡ് ആണെന്നും T സീരീസ് ആണെന്നൊക്കെ. ഇതൊരു ലെൻസ് ഹുഡ് മാത്രമല്ല, മാറ്റ് ട്രാൻസ്പെറൻറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ സബ്ജക്റ്റിൻ്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ഡിഫ്യൂസറായിട്ടും ഒരു ഫോക്കസിങ് ഗൈഡായിട്ടും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി സെൻസറിൻ്റെ മാക്സിമം ക്വാളിറ്റി ഇമേജസ് പുറത്തെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മാക്രോ ലെൻസും വർക്ക് ചെയ്യുന്നത്. അടിപൊളി ഡീറ്റെയിൽസും ഷാർപ്നെസ് തന്നെയാണ് ഈ ലെൻസിനുള്ളത്. പിന്നെ ആ ഒരു ക്രീമി ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വീഡിയോയിലേക്ക് വരുമ്പോൾ സെയിം ക്വാളിറ്റി, സെയിം ഷാർപ്നെസ്, സെയിം ഡീറ്റെയിൽസ്, ഒന്നും പറയാനുള്ള കിഡു ലെൻസാണ്. ഇതിപ്പോൾ പ്രൈമറി ക്യാമറ എന്നുള്ള വിഷ്വൽസാണ്. ഇനി ഈ ലെൻസ് ടെലിഫോട്ടോ ലെൻസിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടെലിഫോട്ടോ ലെൻസ് എത്ര X ആണെങ്കിൽ അത്രയും ക്ലോസറായിട്ട് മാക്രോസ് എടുക്കാൻ പറ്റും. 3x ടെലിഫോട്ടോ ആയതുകൊണ്ട് തന്നെ 1x എടുക്കുന്ന ഫോട്ടോനെ അപേക്ഷിച്ച് ഡീറ്റെയിലിംഗ് കുറവായിരിക്കും. പക്ഷെ എന്തായാലും ആ ഒരു സൂപ്പർ മാക്രോ അടിപൊളി ഫീൽ തന്നെയാണ് തരുന്നത്. അടുത്ത ലെൻസ് എന്ന് പറയുന്നത് 18mm വൈഡ് ആംഗിൾ ലെൻസ്. ഐഫോണിലെ പ്രൈമറി ക്യാമറയായ 13mm 18mm ആയിട്ട് ഈ ലെൻസ് കൺവേർട്ട് ചെയ്യും. വെൽക്കം കാർഡ്, ക്യാരി പൗച്ച്. ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ബിൽറ്റ് ഇൻ മെറ്റാലിക് ഹുഡുമായിട്ടാണ് വരുന്നത്.
ഇത് റിമൂവബിൾ ആണ്. ഇതിൻ്റെ യൂസ് കേസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയാം. അടിപൊളി ക്വാളിറ്റിയും ഡീറ്റെയിലിംഗ് ഉള്ള ഫോട്ടോസ് തന്നെയാണ് മൊമെന്റിന്റെ 18mm അൾട്രാ വൈഡ് ലെൻസ് വെച്ചെടുക്കാൻ സാധിക്കുന്നത്. ഐഫോണിലുള്ള ഡീഫോൾട്ട് 0.5x അൾട്രാ വൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീൽഡ് ഓഫ് വ്യൂ മൊമെന്റ് ലെൻസിന് കുറവാണെങ്കിലും 12 മെഗാ പിക്സലിനെ അപേക്ഷിച്ച് 24 മെഗാ പിക്സലിന്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ ലഭിക്കുന്നതിനുള്ള ബെനിഫിറ്റും ഉണ്ട്. ഐഫോൺ പ്രൈമറി വൈഡ് ആംഗിൾ ലെൻസ്, മൊമെന്റ് 18mm വൈഡ് ആംഗിൾ ലെൻസ്, ഐഫോൺ 0.5x അൾട്രാ വൈഡ്. ഡേ ലൈറ്റ് ഇമേജസിലും വീഡിയോസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ക്വാളിറ്റി ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ലെങ്കിലും ലോ ലൈറ്റ് വീഡിയോഗ്രാഫിയിലേക്ക് വരുമ്പോഴാണ് മൊമെന്റിന്റെ 18mm വൈഡ് ആംഗിൾ ലെൻസ് ഷൈൻ ചെയ്യുന്നത്. പ്രൈമറി ക്യാമറ ആണ് ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ കാണാം മൊമെന്റ് ലെൻസ് വെച്ചെടുത്തതിന് ഡീറ്റെയിലിംഗും കൂടുതലാണ്. അതുപോലെ ലോ ലൈറ്റ് നോയ്സും ലെഫ്റ്റിലുള്ള ഫുട്ടേജിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഐഫോണിലെ ഡിഫോൾട്ട് അൾട്രാ വൈഡ് ലെൻസിനേക്കാളും ക്വാളിറ്റി ഫോട്ടോസ് വേണ്ടുന്നവർക്ക് മൊമെന്റിന്റെ ഈ ഒരു 18mm അൾട്രാ വൈഡ് ഓപ്റ്റ് ചെയ്യാം. അടുത്തതാണ് 14mm ഫിഷ് ഐ ലെൻസ്. അൾട്രാ വൈഡ് ലെൻസ് ആണെങ്കിലും ഈ ലെൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കുറച്ച് ക്രിയേറ്റീവ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഈ ലെൻസ് വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടൈനി പ്ലാനറ്റ് പോലുള്ള ഒരു ഫിഷ് ഐ ഇഫക്റ്റ് ആണ് ഈ ലെൻസ് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കുന്നത്. സബ്ജക്റ്റ് ലെൻസിന്റെ എത്രത്തോളം ക്ലോസർ വരുന്നു അത്രത്തോളം ഡിസ്റ്റോർഷൻ നമുക്ക് ഇമേജിൽ ലഭിക്കും. ആക്ഷൻ ക്യാമറയിൽ കാണുന്ന പോലുള്ള 200 ഡിഗ്രിയുടെ ഒരു അൾട്രാ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഈ ലെൻസിനുള്ളത്. എന്തായാലും അടിപൊളി ക്വാളിറ്റി ലെൻസാണ്. നോർമലി ഇതുപോലുള്ള ഫിഷ് ഐ ലെൻസിൽ ഭീകരമായിട്ടുള്ള വിഗ്നറ്റിങ്ങും ക്രൊമാറ്റിക് അബ്രഷൻസ് ഒക്കെ കാണാറുണ്ട്. ഇവിടെ കാണുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ളതും എഡ്ജ് ടു എഡ്ജ് ഷാർപ്പായിട്ടുള്ള ഇമേജസ് തന്നെയാണ് ഈ ലെൻസ് ക്യാപ്ചർ ചെയ്യുന്നത്. മൊമെന്റിന്റെ ലെൻസ് ലൈനപ്പിലെ അവസാനത്തെ ലെൻസും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലെൻസാണ് ഈ ഒരു അനാമോർഫിക് ലെൻസ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഇതിനോടകം തന്നെ 2 വീഡിയോകൾ അനാമോർഫിക് ലെൻസിനെ പറ്റി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അനാമോർഫിക് ലെൻസ് എന്താണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തത്. ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയത് 1.33x അനാമോർഫിക് ആയിരുന്നു. ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ തരുന്ന 1.55x അനാമോർഫിക് ലെൻസ് ആണ്. അനാമോർഫിക് ലെൻസിന്റെ മേജർ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ ലെൻസ് വെച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഫ്ലെയേഴ്സ് ആണ്. അതിനായി 2 ഫ്ലെയർ ഓപ്ഷനാണ് മൊമെന്റ് ഓഫർ ചെയ്യുന്നത്. ഒന്ന് ഗോൾഡ് ഫ്ലെയറും മറ്റൊന്ന് ബ്ലൂ ഫ്ലെയറും. ഗോൾഡ് ഫ്ലെയർ ആണ് എൻ്റെ ഫേവറേറ്റ്. എന്തായാലും ഈ ലെൻസ് വെച്ചെടുത്തിട്ടുള്ള കുറച്ച് കിടിലൻ വിഷ്വൽസ് കണ്ടിട്ട് വരാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് റോ ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. ഇതിൻ്റെ കളർ ഗ്രേഡഡ് വേർഷൻ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ ലെൻസിൻ്റെ ഒരു 2.76:1 എന്ന എപ്പിക് സിനിമാറ്റിക് ആസ്പെക്ട് റേഷ്യോ ആണ്. പിന്നീട് ആ ഗോൾഡൻ അനാമോർഫിക് ലെൻസ് ഫ്ലെയറും 1.55x ആണെങ്കിലും ഇതിനു മുമ്പേ പരിചയപ്പെടുത്തിയ അനാമോർഫിക് ലെൻസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവ് ഡിസ്ട്രോഷൻ തന്നെയാണ് എഡ്ജുകളിൽ കാണാൻ സാധിക്കുന്നത്. ഡിസ്ട്രോഷൻ ഡെഫിനറ്റ്ലി കാണും. അത് അനാമോർഫിക് ലെൻസുകളുടെ പൊതു സ്വഭാവം തന്നെയാണ്. അനാമോർഫിക് ലെൻസ് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള സ്മൂത്ത് മോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗിംബൽ അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഫുട്ടേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഐഫോണിൽ കിട്ടുന്ന ഐക്കോണിക് സ്റ്റെബിലൈസേഷൻ എന്തായാലും അനാമോർഫിക് ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ നമ്മൾ എടുക്കുന്ന ഫുട്ടേജ് അനാമോർഫിക് ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനാമോർഫിക് ഡീസ്ക്വീസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ആപ്പുകൾ തന്നെ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഈ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ ബ്രാൻഡിൻ്റെ തന്നെ മൊമെൻ്റ് എന്ന ആപ്പ് ഉപയോഗിച്ചാണ്. മൊമെൻറ്റിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ T സീരീസ് M സീരീസ് ലെൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ അനാമോർഫിക് ലെൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെയിം ആസ്പെക്ട് റേഷ്യോയിൽ പ്രിവ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. മൊമെൻറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ആപ്പാണ്, ബട്ട് ടോട്ടലി വർത്തായിട്ടുള്ള ഒരു പർച്ചേസ് തന്നെയാണ്. ഇതല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ ആപ്പ് ഉണ്ട്. ബ്ലാക്ക് മാജിക് ക്യാം ആപ്പിലും ഈ ഒരു അനാമോർഫിക് ഡീസ്ക്വീസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അനാമോർഫിക് എന്ന് പറയുന്നത് ടോട്ടലി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ലെൻസാണ്. എന്താണ് സിനിമാറ്റിക്? എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വൈഡ് സ്ക്രീൻ ആസ്പെക്ട് റേഷ്യോവും അനാമോർഫിക് ഗ്ലാസ് വെച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമേജ് സോഫ്റ്റ്നെസ്സും ആ ഒരു 24 ഫ്രെയിം പെർ സെക്കൻഡിന് കിട്ടുന്ന സ്മൂത്ത്നെസ്സും മോഷൻ ബ്ലറും ഒക്കെയാണ് നമ്മളൊരു സിനിമയാണ് കാണുന്ന പോലുള്ള ഫീൽ ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫീൽ ജനറേറ്റ് ചെയ്യാനായി കുറച്ച് ആക്സസറീസും അഡാപ്റ്റേഴ്സും ആവശ്യമുണ്ട്. അതിനുള്ള ഫസ്റ്റ് ഡിവൈസാണ് ഈ ഒരു അനാമോർഫിക് ഫിൽറ്റർ അഡാപ്റ്റർ. ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് 67mm ഏതൊരു ഫിൽറ്ററും ഈ ലെൻസുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ അഡാപ്റ്ററാണ്. അനാമോർഫിക്കിന് മാത്രമല്ല, ഈ ഒരു അനാമോർഫിക് ബ്രാക്കറ്റ് അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 18mm വൈഡ് ആംഗിൾ ലെൻസിനും 58mm ടെലിഫോട്ടോ ലെൻസിലും ഈ ഒരു സെയിം റിംഗ് അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഫിൽറ്റേഴ്സ് മൗണ്ട് ചെയ്യാം. ഇതിൽ മാക്രോ ലെൻസും ഫിഷ് ഐ ലെൻസും ഫിൽറ്റർ മൗണ്ട് കമ്പാറ്റബിൾ അല്ല. ഓക്കെ, സിനിമാറ്റിക് വീഡിയോഗ്രാഫിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഫിൽറ്ററാണ് VND ഫിൽറ്റർ അഥവാ വേരിയബിൾ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ. പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലുള്ള സമയത്തും സിനിമാറ്റോഗ്രഫിയിൽ ഫോളോ ചെയ്തു വരുന്ന 180° ഷട്ടർ റൂൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സിനിമാറ്റിക് എക്സ്പ്രഷനോട് കൂടിയിട്ടുള്ള വീഡിയോ എടുക്കാനാണ് VND ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇത് മൊമെന്റിന്റെ തന്നെ 67mm 2 to 5 സ്റ്റോപ്സ് വേരിയബിൾ ND ആണ്. 180° ഷട്ടർ റൂൾ എന്താണെന്നും ഇതിന് ND ഫിൽറ്റർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലേക്കുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ND4 തൊട്ട് ND32 വരെ ക്ലിക്കബിൾ റിങ്ങോട് കൂടിയിട്ടാണ് ഈ ND ഫിൽറ്റർ വരുന്നത്. ഫുൾ 360 റൊട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവെ കാണാറുള്ള X പാറ്റേൺ ബാൻഡിങ് ഈ ഒരു ND ഫിൽറ്ററിനില്ല. ഇത് മെയിൻലി DSLR ക്യാമറകൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഫിൽറ്ററാണ്. എങ്കിലും മൊമെന്റിന്റെ 67mm ഫിൽറ്റർ അഡാപ്റ്റർ ഉപയോഗിക്കുന്ന വഴി സ്മാർട്ട് ഫോണിലും ഈ ഫിൽറ്റർ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അനാമോർഫിക്കിന്റെ സാമ്പിൾ വീഡിയോയിൽ കറക്റ്റ് എക്സ്പോഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിൽറ്റർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ND ഫിൽറ്ററിന്റെ വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതിപ്പം നട്ടുച്ചയ്ക്ക് നല്ല ഡേ ലൈറ്റിൽ ND ഫിൽറ്റർ ഇല്ലാതെ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ആണ്. ഷട്ടർ സ്പീഡ് ഹൈ ആയതുകൊണ്ട് തന്നെ മോഷൻ ബ്ലർ ഈ ഒരു ഫുട്ടേജിൽ എവിടെയും കാണാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇതിപ്പോൾ ND ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഫുട്ടേജ് ആണ്. ആ ഒരു റോഡിലും വീലിലും ഉണ്ടാകുന്ന മോഷൻ ബ്ലർ ഇവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 180 ഷട്ടർ റൂൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമാറ്റിക് എക്സ്പ്രഷൻ കിട്ടാൻ കാരണം. അപ്പോൾ വീഡിയോഗ്രാഫിയിൽ ഇതുപോലുള്ള മോഷൻ ബ്ലറുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ആക്ഷൻ ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു എലമെന്റ് തന്നെയാണ്. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വീഡിയോഗ്രാഫേഴ്സിൻ്റെയും ക്യാമറ ബാഗിൽ എസെൻഷ്യലായിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ND ഫിൽറ്റർ. നമ്മുടെ വീഡിയോസിന് ഒരു ക്രിയേറ്റീവ് സിനിമാറ്റിക് ലുക്ക് തരുന്ന ഈ ഒരു ഫിൽറ്ററാണ് സിനി ബ്ലൂം ഡിഫ്യൂഷൻ ഫിൽറ്റർ. 5, 10, 20% ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡിഫ്യൂഷനുള്ള ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഡിഫറെൻറ്റ് ഫിൽറ്റർ സൈസിലും ഈ ഫിൽറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 10% ഡിഫ്യൂഷനുള്ള ഫിൽറ്ററാണിത്. ഇത് ഐഫോണിൻ്റെ 2X ക്യാമറയിൽ നിന്നുള്ള വിഷ്വലാണ്. ഡേ ലൈറ്റിൽ നമുക്ക് ഈ ഫിൽറ്റർ ഉപയോഗിച്ച് സ്കിൻ ടോണിൽ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാനും സ്മാർട്ട് ഫോണിൽ വരുന്ന ആ ഒരു ഡിജിറ്റൽ ഷാർപ്നെസ് കട്ട് ചെയ്യാനും ഓവറോൾ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് കുറയ്ക്കാനും സാധിക്കും. സ്കിന്നിലുള്ള ചുളിവുകളും ബ്ലെമിഷസും കുറയ്ക്കാനും ഈ ഫിൽറ്റർ സഹായിക്കും. ഈ ഫിൽറ്ററിൻ്റെ ഡിഫ്യൂഷൻ നൈറ്റ് വീഡിയോഗ്രാഫിക്കാണ് ഏറ്റവും ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ 10% ആണ് ഡിഫ്യൂഷൻ. ഇതിലും കൂടുതലായിട്ടുള്ള ഡ്രീമി ഇഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 20% ഓപ്റ്റ് ചെയ്യാം. ഇതുപോലുള്ള സിനിമാറ്റിക് ഡ്രീമി ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ മൊമെന്റിന്റെ സിനി ബ്ലൂം ഡിഫ്യൂഷൻ ഫിൽറ്റർ പൊളിയാണ്. മൊമെന്റിന്റെ ലെൻസ് ഇല്ലാതെയും ഡയറക്റ്റ് ഫോണിലേക്ക് ഫിൽറ്റേഴ്സ് അറ്റാച്ച് ചെയ്യാനുള്ള ഡിവൈസ് ആണ് ഈ ഒരു ഫിൽറ്റർ മൗണ്ട്. 67mm ഫിൽറ്റർ ആണ് വരുന്നത്. നേരത്തെ പരിചയപ്പെടുത്തിയ യൂണിവേഴ്സൽ ലെൻസ് മൗണ്ടിനെ പോലെ തന്നെ ക്ലിപ്പ് ഓൺ മെക്കാനിസം ആണ്.
ഈ പറഞ്ഞിരിക്കുന്ന 2 ഫിൽറ്ററിനും ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ക്ലിപ്പ് സ്ക്രീനിൽ ഓവർലാപ്പ് ആവുന്നതുകൊണ്ട് അവിടെയുള്ള ക്യാമറ മെനു ഓപ്ഷൻസ് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഐഫോണിന് വേണ്ടിയിട്ട് 67mm തന്നെ സ്നാപ്പ് ഓൺ ഫിൽറ്ററും കൂടെ മൊമെന്റ് ഇറക്കിയിട്ടുമുണ്ട്. ഇത് ബാക്കിയുള്ള ഫോൺ മൗണ്ടുകൾക്ക് അവൈലബിൾ അല്ല. ഓക്കെ, എല്ലാ ആക്സസറീസും ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. മൊമെന്റ് ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ലെൻസുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി ക്യാമറയിലും ടെലിഫോട്ടോ ക്യാമറയിലാണ്. അൾട്രാവൈഡ് ക്യാമറയിലോ മാക്രോ ലെൻസിലോ റെക്കമെൻഡഡ് അല്ല. പിന്നീട് ഐഫോണിന്റെ ഡീഫോൾട്ട് ക്യാമറ ഉപയോഗിക്കുമ്പോഴുള്ള ഓട്ടോമാറ്റിക് ക്യാമറ സ്വിച്ചിങ് ഓപ്ഷൻ പലപ്പോഴും വളരെ അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. ഇത് ഒഴിവാക്കാനായി ഐഫോണിന്റെ ക്യാമറ സെറ്റിംഗ്സിൽ പോയിട്ട് മാക്രോ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് മാക്രോന്റെ സിമ്പിൾ കാണിക്കും. അത് ഡിസേബിൾ ചെയ്ത് നമുക്ക് 1xലൂടെ ഫോട്ടോസും വീഡിയോസും ബുദ്ധിമുട്ടൊന്നും കൂടാതെ എടുക്കാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മൊമെന്റിന്റെ ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് തന്നെയാണ്. ഇതാകുമ്പോൾ കംപ്ലീറ്റ് മാനുവൽ സെറ്റിംഗ്സിലൂടെ ഹൈ ക്വാളിറ്റി വീഡിയോസും ഫോട്ടോസും എടുക്കാൻ സാധിക്കും. ഇതിലാകുമ്പം 4K ProRes ഫോർമാറ്റിലും ലോഗിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. കുറച്ച് ലെങ്തി ആണെന്നറിയാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ മൊമെന്റിന്റെ പ്രോഡക്ട്സും നിങ്ങളുടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ക്വാളിറ്റി ലെവൽ നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുന്നതിലെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആളാണെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും മൊമെന്റിന്റെ പ്രോഡക്ട്സ്. ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ലെൻസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണമെന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ലെൻസ് ഏതാണെന്നും എന്നെ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ജെൻ ഇമേജ് ഗേസ് മൊമെന്റിന്റെ ഈ പ്രോഡക്ട്സ് നമ്മുടെ ടെക്ടോക്കിന്റെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. അതുപോലെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.